എല്ലാ മക്കൾക്കും റൈറ്റ് ബോർഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു 6 ട്രിക്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ റൈറ്റ് ബോർഡിൽ സോഷ്യൽ സ്റ്റഡീസാണ് കൈകാര്യം ചെയ്യുന്നത്. സോഷ്യൽ സ്റ്റഡീസ് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സബ്ജക്റ്റാണ്. എനിക്ക് സോഷ്യൽ സ്റ്റഡീസിന് പ്ലസ് ടുവിലാണെങ്കിലും എൻ്റെ ഡിഗ്രി ലെവലിലാണെങ്കിലും ഒക്കെ 90% മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ച് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിച്ച കുറേ ടെക്നിക്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുത്തത്. അവർക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ മോഡൽ എക്സാമിന് ജസ്റ്റ് 35-40 മാർക്ക് മാത്രം വാങ്ങിക്കൊണ്ട് വന്ന കുട്ടികൾക്ക് പോലും 80 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരുപാട് സ്റ്റുഡൻസിന് 96%, 97% ഒക്കെ സോഷ്യലിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാനിതിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. പൊതുവെ സോഷ്യലിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ കാണാൻ പഠിക്കുന്നതുകൊണ്ടാണ്. കാണാൻ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ പിന്നെയും നിങ്ങൾക്ക് ബോറാവത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് റിവേഴ്സ് മെത്തഡോളജിയാണ്. റിവേഴ്സ് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പോയിട്ട് NCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. നിങ്ങളിപ്പോൾ ഏത് ചാപ്റ്ററാണോ പഠിക്കുന്നത് ആ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക. ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല തുടക്കത്തിൽ. എന്നിട്ട് നിങ്ങൾ പതുക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ ആ ടോപ്പിക്ക് പുസ്തകത്തിലെടുത്ത് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പുസ്തകത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പുസ്തകത്തിൽ അത് ഏത് ഭാഗത്തിൽ കിടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് പിടികിട്ടും. പിന്നെ അത് വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ കുട്ടി നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സോഷ്യൽ ബോറിംഗ് ആവത്തില്ല. അപ്പം ഞാനത് എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണിത്. ആദ്യം നമ്മൾ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒരു ബ്രീഫ് പറയും, എന്നിട്ട് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോയിട്ട് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും പിന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലോട്ട് വരുന്നത്. അപ്പോൾ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതും അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളതും കുട്ടികൾക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും. അതാണ് റിവേഴ്സ് ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ രണ്ടെന്ന് പറയുന്നത് ആൻസർ റൈറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇൻവെർട്ടഡ് പിരമിഡ്. ഇൻവെർട്ടഡ് പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിസത്തിൽ ന്യൂസ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്. അതേ കാര്യം തന്നെ നിങ്ങൾക്ക് സോഷ്യലിൻ്റെ ആൻസർ എഴുതാൻ ഉപയോഗിക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ എഴുതുക. ഇൻട്രഡക്ഷൻ ഒരു 1-2 വരി എഴുതിയാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങളുടെ ബോഡി പാർട്ട് എന്ന് പറയുന്നതിലാണ് നിങ്ങളുടെ ആൻസറിൻ്റെ ആ ഒരു ചങ്കുള്ളത്. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. സോഷ്യലിന് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൻസർ എഴുതിയാലേ പറ്റൂ. എത്ര മടി പിടിച്ചിട്ടും കാര്യമില്ല, ആൻസർ എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സോഷ്യലിന് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്ക് നമ്മളൊരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നമ്മൾ എല്ലാ ദിവസവും ആൻസർ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യമാണ്. മസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്കിലും എഴുതാൻ പറയും. ഈ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചറാണ്. അത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട രീതിയാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഫ്ലാഷ് കാർഡ്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പാഠമാണ് നാഷണലിസം യൂറോപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നാഷണലിസം യൂറോപ്പിലെ മേജറായിട്ടുള്ളൊരു ടോപ്പിക്കാണ് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി. ആ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി പഠിക്കുമ്പോഴത്തേക്കും അതിനെ നിങ്ങൾക്ക് വലിയൊരു ടോപ്പിക്കാണത്. ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് കുട്ടി ടോപ്പിക്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇപ്പം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു 3 പേരെന്ന് പറയുന്നത് ഗെസ്പേ മസിനി, ഗെസ്പേ ഗരിബാൾഡി ആൻഡ് കേവിയർ. ആ 3 പേരാണ് അതിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ ഇറ്റലിയുടെ ഒരു ചരിത്രം, ഇറ്റലി യൂണിഫൈഡ് ആകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു ഫ്ലാഷ് കാർഡ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഗെസ്പേ മസിനിനെ കുറിച്ചിട്ട് ഒരു ഫ്ലാഷ് കാർഡ്. നെക്സ്റ്റ് കേവിയർ എന്ന് പറയുന്ന ആളിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഫ്ലാഷ് കാർഡ്. ദെൻ ഗെസ്പേ ഗരിബാൾഡി. എന്നിട്ട് ലാസ്റ്റ് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു 4-5 ഫ്ലാഷ് കാർഡ് ഒരുമിച്ച് വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഉത്തരവായി.
അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്ലാഷ് കാർഡും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഗെസ്പേ മസിനി എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഗെസ്പേ മസിനിനെ കുറിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് 2 ഫ്ലാഷ് കാർഡ് എക്സ്ട്രാ ഉണ്ടാക്കാം. ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ കാർഡൊന്നും വാങ്ങിക്കണ്ട, നിങ്ങളുടെ ട്യൂഷൻ ബുക്കിലോ അല്ലെങ്കിൽ പിന്നെ അല്ലാതെയുള്ള ബുക്കിലോ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അത് ഒരു സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ അകത്ത് എഴുതി വെച്ചാൽ മതി. അത് അപ്പോൾ ആ ഒരു ബ്ലോക്കായിട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററായിട്ട് തോന്നത്തില്ല. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് മൈൻഡ് മാപ്പിംഗ് ആണ്. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പം വലിയ പാരഗ്രാഫായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിരിക്കും മൈൻഡ് മാപ്പിംഗ് രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുക, അതിനെ പലതായിട്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ച് പിന്നെ മാപ്പ് പോലെ ആക്കി ചെയ്യുന്നതാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. ഇത് എളുപ്പത്തിൽ പറഞ്ഞു തരാനാണെങ്കിൽ എൻ്റെയൊക്കെ ജനറേഷനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമയാണ് തന്മാത്ര എന്ന് പറയുന്നത്, മോഹൻലാലിൻ്റെ സിനിമയാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഹിസ്റ്ററി പഠിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഹീറോ അല്ലെങ്കിൽ ഹീറോയിനായിട്ട് ആ ഹിസ്റ്ററിയിലെ ക്യാരക്ടേഴ്സിനെ മാറ്റുക. ഏതൊരു സിനിമ കാണുന്ന പോലെ പഠിക്കുക. ഫോർ എക്സാമ്പിൾ ബാഹുബലി സിനിമയൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതല്ലേ, അതൊരു വിഷ്വലായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടാണല്ലോ അത് ചരിത്രം പറയുന്നൊരു സിനിമയായിട്ട് പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം അതുപോലെ തന്നെ പിന്നെ മുഗൾ വംശത്തെക്കുറിച്ചിട്ടും അല്ലാതെ നമ്മളുടെ മൗര്യൻ മഗധ വംശത്തെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് സിനിമകളുണ്ട്, അശോകനെ കുറിച്ചിട്ടൊക്കെ ഉള്ള സിനിമകളുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഏത് ടോപ്പിക്കാണോ പഠിക്കാൻ എടുക്കുന്നത് അതിനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. അതിപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി മാത്രമല്ല, ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയിൽ നർമ്മദ ബച്ചാവോ ആന്തോളനൊക്കെ ആണെങ്കിൽ ഒരു പിന്നെ ഒരു നദിയുടെ തീരത്ത് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ടഫ് സബ്ജക്റ്റേ അല്ല, സോഷ്യൽ വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ടിപ്സും ട്രിക്സും. അപ്പോൾ സോഷ്യൽ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റൈറ്റ് ബോർഡിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പ് ക്ലാസ് ആരംഭിക്കാറായിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. ബൈ ബൈ.